3-4-5 മാസം കഴിയുമ്പോൾ എൻ്റെ പട്ടമാണ്. 10-11 വർഷക്കാലം നമ്മൾ പഠിച്ച് ഒരുങ്ങി പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് വരുമ്പോൾ മുന്നിൽ ഇവരുണ്ടാവണമല്ലോ, അപ്പനും അമ്മയും. നമ്മളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എന്തായാലും ഓപ്പറേഷനൊക്കെ വിജയകരമായിട്ട് പൂർത്തീകരിക്കപ്പെട്ടു. ഡോക്ടർ ഇറങ്ങി വന്ന് പറഞ്ഞു വേണ്ടപ്പെട്ട, പിന്നെ കുറേ നാട്ടുകാരും വീട്ടുകാരൊക്കെ വീടുകളിലേക്ക്, ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ ഉടുപ്പിലാണ്. കുറേ സമയം കഴിഞ്ഞ ശേഷം ഈ ഓപ്പറേഷനിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും ഒരു ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അച്ഛാ നമ്മൾ വീണ്ടും ഈ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുകയാണ്, മമ്മിക്ക് ബ്ലീഡിങ്. വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നതാണ്, പെട്ടെന്ന് ബ്ലീഡിങ് വരുന്നു. അപ്പം നമുക്കറിയാമല്ലോ, ഒരാളുടെ ശരീരത്തിലേക്ക് നമുക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ് ഈ ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റില്ല. അതിനൊരു പരിധിയുണ്ട്. ചുമ്മാ ഇങ്ങനെ ബ്ലഡ് കയറ്റാനായിട്ട് പറ്റില്ല. നമ്മൾ ഈ മമ്മിക്ക് ബ്ലഡ് കൊടുക്കുന്നതിനനുസരിച്ച് ബ്ലഡ് വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലോ, ബ്ലീഡിങ് ആണ്. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇതെന്തോ നമുക്ക് നിർത്താനായിട്ടൊന്നും പറ്റുന്നില്ല, മരുന്നുകളോടൊന്നും പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഇതേ ഒരു അവസ്ഥയിൽ പോവുകയാണെങ്കിൽ നേരം വെളുപ്പിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അച്ഛൻ വേണേ ഒന്ന് കയറി കണ്ടോളാൻ പറഞ്ഞു. അപ്പം അപ്പനും ചേട്ടനും ഒക്കെ ഉണ്ട്. ഇവർക്കെല്ലാവർക്കും പേടിയാണ്. ഇവരോർത്തിരിക്കുന്ന സെമിനാരിയിൽ പോയത് കൊണ്ട് നമുക്കെന്തോ ഭയങ്കര ധൈര്യമാണ്, ആരെങ്കിലും കയറി കാണണമല്ലോ. അതുകൊണ്ട് ഞാൻ അകത്ത് കയറി. ലിറ്ററലി ഒരു സ്ത്രീയുടെ ശരീരഭാഗങ്ങളിൽ നിന്നൊക്കെ, ഏതൊക്കെ ശരീരഭാഗങ്ങളിൽ നിന്ന് രക്തം വരാം, അവിടെ നിന്നൊക്കെ രക്തം ഇങ്ങനെ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട്, ബ്ലീഡിങ് ആണ്. ഞാനിത് കണ്ടു. അപ്പം എനിക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായി. ഞാൻ തിരിച്ചിറങ്ങി വന്നു. അന്നേരത്തേക്ക് ഏകദേശം ഒരു രാത്രി 1-2 മണിയൊക്കെ ആയി. പിറ്റേ ദിവസം എനിക്ക് സെമിനാരിൽ പോകണം, കുമ്പസാരത്തിൻ്റെ എന്തോ ഒരു പരീക്ഷയൊക്കെയാണ്. അപ്പം രാവിലെ 4:30 ആ സമയത്ത് ഈ ഹോസ്പിറ്റലിൻ്റെ ചാപ്പലിൽ പരിശുദ്ധ കുർബാനയുണ്ട്. അപ്പം ഞാൻ ഉടുപ്പിലാണ്. ഞാൻ ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. മമ്മിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു. പരിശുദ്ധ കുർബാന ഞാൻ സ്വീകരിച്ചു. അതിനുശേഷം എനിക്ക് സെമിനാരിയിൽ പോകണം. അപ്പം ഞാൻ എന്നാൽ പിന്നെ ഒന്നും കൂടി, അത്രയും നേരത്തേക്കൊന്നും വാർത്തയൊന്നും പുറത്തു വന്നില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടി മമ്മിയെ കണ്ടിട്ട് പോയേക്കെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും ഈ തിയേറ്ററിന് ഉള്ളിലേക്ക് കയറി. അപ്പം നിങ്ങൾ ഓർക്കണം, ഞാൻ ശരിക്കും വണ്ടറാണ്. അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ കണ്ടതാണ് ഒരാളിങ്ങനെ ബ്ലീഡിങ് വന്ന് ഈ ബെഡിൽ കിടക്കണത്. അപ്പം ഇതിന് ശേഷം ഞാൻ ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ മമ്മി അവിടെ ഒരു നേഴ്സിൻ്റെ കൂടെ കുറച്ച് സ്റ്റെപ്സൊക്കെ വെച്ച് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും വണ്ടറാണ്. അപ്പം ഞാൻ ഈ നഴ്സിനോട് ചോദിച്ചു, എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? അപ്പം നഴ്സ് പറഞ്ഞു, അച്ഛൻ പോയ കുറേ സമയത്തിന് ശേഷം ഈ ബ്ലീഡിങ് തന്നെ അങ്ങ് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ബ്ലീഡിങ് തന്നെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നു. അങ്ങനെ മമ്മി പയ്യെ കയറിപ്പോരുകയാണ്. ഞാൻ പറഞ്ഞത്, ഇതെല്ലാം നമ്മൾ വിശ്വാസത്തോടുകൂടി കുർബാനയിൽ പങ്കെടുത്ത് കുർബാന നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും എല്ലാം ഇത് വളരെ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമാകും. ഈശോയുടെ ഹൃദയം ഭക്ഷിക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും നിങ്ങൾ അവന്റെ സ്നേഹം ഭക്ഷിച്ചിരിക്കണം. വെറുതെ വന്ന് നിങ്ങൾ ഹൃദയം ഭക്ഷിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ഭക്ഷിച്ച ഒരാളാണ് യൂദാസ്. ഹൃദയമാണ് ഭക്ഷിച്ച, ഹൃദയം പാളിപ്പോയി. ജീവിതം അവസാനിച്ചു പോയി ആ മനുഷ്യന്റെ. അതിന്റെ കാരണം അവൻ അതിനു മുമ്പ് ഈശോയുടെ സ്നേഹം ഭക്ഷിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ മുൻപിൽ ഒരു ദിവസമുണ്ട്. നമ്മൾ നല്ല വാക്കുകൾ സംസാരിക്കണം, നമ്മൾ നല്ല ചിന്തകൾ ഉള്ളിൽ കൊണ്ടു നടക്കണം, നമ്മൾ ജപമാല ചൊല്ലണം, വിശുദ്ധ ഗ്രന്ഥം വായിക്കണം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ നന്മ പ്രവർത്തികൾ മറ്റുള്ളവർക്കായിട്ട് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ എത്രയോ കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ ഈശോയുടെ സ്നേഹം ഭക്ഷിക്കുന്ന അവസരമാണ്. ഇതെല്ലാം ആവോളം ഭക്ഷിച്ച് തൃപ്തരായിട്ട് വേണം നമ്മൾ ദേവാലയത്തിൽ വന്ന് ഈശോയുടെ ഹൃദയം ഭക്ഷിക്കാനായിട്ട്. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഹോളി യൂക്കറിസ്റ്റ് ഈസ് നോട്ട് സംതിങ് ബട്ട് ഇറ്റ് ഈസ് സംവൺ. ഇതിങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുവായിട്ട് നമ്മൾ കരുതാനായിട്ട് പാടില്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു പലഹാരം കണക്കെ അതേ ലാഘവത്തോടെ നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പാടില്ല. ഹോളി യൂക്കറിസ്റ്റ് ഈസ് നോട്ട് സംതിങ്, ഇറ്റ് ഈസ് സംവൺ. ഇതൊരു മനുഷ്യനാണ്. യഥാർത്ഥത്തിലുള്ള ഈശോയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ഈ ബോധ്യമാണ് നമ്മുടെ ഉള്ളിൽ വരേണ്ടത്. ഈ വിശ്വാസത്തോടെ ആയിരിക്കണം നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. നമ്മൾ ദേവാലയങ്ങളിൽ നിൽക്കുന്ന നമ്മുടെ പോസ്റ്റർ കണ്ടാൽ അറിയാം
നമുക്കിതിനെപ്പറ്റി നല്ല ഗ്രാഹ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അച്ഛൻ എന്തൊക്കെയോ ഇവിടെ നിന്ന് പറയുന്നു, നമ്മളും എന്തൊക്കെയോ തിരിച്ചു പറയുന്നു. ഇതിന്റെ ഒടുവില് പരിശുദ്ധ കുർബാന നൽകുന്നു, നമ്മളത് മേടിച്ച് തിരിച്ചു പോകുന്നു. ഇത്രേ സംഭവിക്കുന്നുള്ളൂ. ഇതിങ്ങനെ നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലരുടെയെങ്കിലും ജീവിതങ്ങളിൽ. നമ്മൾ നിൽക്കുന്ന നമ്മുടെ പോസ്റ്റർ കണ്ടാൽ അറിയാം, നമ്മൾ ഈ സ്വീകരിക്കാൻ പോകുന്നത് പരിശുദ്ധ കുർബാനയാണോ, ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ശരീരമാണോ എന്നുള്ള ചിന്തയോടെയാണോ നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഈ വിശ്വാസത്തോടു കൂടി ആയിരിക്കണം നമ്മൾ നാളെ മുതലുള്ള പരിശുദ്ധ കുർബാനകളിൽ പങ്കെടുക്കേണ്ടത്. വെറുതെ വന്ന് നമ്മൾ കുർബാന സ്വീകരിച്ച് തിരികെ പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് കുർബാനയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഫലവും പുറപ്പെടുവിക്കാനായിട്ട് സാധ്യമല്ല. വിശ്വാസമില്ലാതെ എങ്ങനെ ഒരാളിൽ ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റും? നീ സ്വീകരിക്കാൻ പോകുന്നത് ഈശോയുടെ ഹൃദയമാണ്. ഹൃദയം നിനക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ ഈശോയുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് നീ സ്വീകരിക്കുന്നത്. ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. വാട്ട് ഷുഡ് ഐ ബിലീവ്? നീ എന്താണ് പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കേണ്ടത്? ഇതാണ്. നീ സ്വീകരിക്കാൻ പോകുന്നത് ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ശരീര രക്തമാണെന്ന് നീ വിശ്വസിക്കണം. പരിശുദ്ധ കുർബാനയെ പറ്റിയുള്ള 3 ചിന്തകൾ നമ്മൾ ഈ ഒരു അല്പസമയത്തേക്കായിട്ട് പങ്കുവയ്ക്കും. ഞാൻ പറയാൻ പോകുന്ന ഈ 3 ചിന്തകളെ പറ്റി നിങ്ങൾക്ക് നല്ല തിട്ടമുണ്ടെങ്കിൽ നമുക്ക് നാളെ മുതലുള്ള നമ്മുടെ പരിശുദ്ധ കുർബാനകളിൽ സജീവമായിട്ട് പങ്കെടുക്കാനും പരിശുദ്ധ കുർബാനയെ ഒരു പടി കൂടി കൂടുതലായിട്ട് സ്നേഹിക്കാനും പറ്റും. 3 ചിന്തകൾ. അത് ആർക്കും എളുപ്പത്തിൽ പിടുത്തം കിട്ടും. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ ഇവിടെ ആയിരിക്കുന്ന ഏത് പ്രായത്തിലുള്ള ആർക്കും വളരെ എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്ന പരിശുദ്ധ കുർബാനയെ പറ്റിയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ ഇപ്രകാരമാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് വാട്ട് ഷുഡ് ഐ ബിലീവ് എന്നുള്ളതാണ്. ഞാൻ പരിശുദ്ധ കുർബാനയിൽ എന്ത് വിശ്വസിക്കണം? രണ്ടാമത്തേത് വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ പരിശുദ്ധ കുർബാനയിൽ എന്ത് ചെയ്യണം? മൂന്നാമത്തേത് ദ ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി യൂക്കരിസ്റ്റ്. പരിശുദ്ധ കുർബാനയുടെ ഫലങ്ങൾ എന്തെല്ലാമാണ്? ഈ 3 കാര്യങ്ങളെ പറ്റി നമുക്ക് നല്ല ഗ്രാഹ്യമുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കാനും ഒരല്പം കൂടി കുർബാനയെ സ്നേഹിക്കാനായിട്ടും സാധിക്കും. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തില് വലിയൊരു ഓഡിയൻസ് ഈശോയുടെ മുന്നിലുണ്ട്. ഈശോ ഇങ്ങനെ വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തുകയാണ്. പ്രസംഗം പറഞ്ഞ് ഹരം മൂത്ത് സമയമൊക്കെ കുറേയായി. ഉടനെ ഈശോ ഇങ്ങനെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിനെ ഒന്ന് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി അന്നേ വരെ അവര് കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പഞ്ച് ഡയലോഗ് അടിക്കുകയാണ്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകും. ഇതാണ് ഈശോയുടെ പഞ്ച് ഡയലോഗ്. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകും. ഈശോ വിചാരിച്ചത്, ഈശോ ഇതിങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേ ഈ മുന്നിലിരിക്കുന്ന ഈ ജനസമൂഹം അന്നേ വരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള അത്ഭുതം അവരുടെ മുഖത്ത് കാണാം എന്നുള്ള ചിന്തയിലാണ്. പക്ഷെ ഈശോ ഒരർത്ഥത്തിൽ ചമ്മിപ്പോയി. കാരണം മുന്നിലിരിക്കുന്ന ഈ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖത്ത് യാതൊരു വിധത്തിലുള്ള ഭാവവ്യത്യാസങ്ങളുമില്ല. കാരണം ഇവർ ഈ വാചകം ഇതിനു മുമ്പ് പലയാവർത്തി പലവട്ടം കേട്ടിട്ടുണ്ട്. ഇവരുടെ പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് ഇവർ ഈ വചനത്തെ പറ്റി കേട്ടിട്ടുണ്ട്. പഴയ ഇസ്രായേൽ ജനത ഇങ്ങനെ മരുഭൂമിയിലൂടെയുള്ള യാത്രാമധ്യേ ഇവർക്ക് ഇവരുടെ ജീവൻ പിടിച്ചു നിർത്താനായിട്ട് സഹായിച്ചത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായ മന്നയായിരുന്നു. ഈ കഥ ഇങ്ങനെ ഇവരുടെ കുടുംബങ്ങളിൽ കാർന്നോമാര് പറഞ്ഞ് ഇവർ കേട്ടിട്ടുണ്ട് പലയാവർത്തി പലവട്ടം. അതുകൊണ്ട് തന്നെ ഈശോയുടെ ഈ വാചകത്തിൽ ഒരു പുതുമയുമില്ല. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. ഈ മന്നയെ പറ്റിയുള്ള ഈ കഥ ഇവർ കേട്ടിട്ടുണ്ട് ധാരാളം. പുടുന്നനെ ഈശോ അടുത്ത വാചകം പറയുകയാണ്. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. അടുത്ത വാചകത്തിലാണ് ഇതിന്റെ
ക്ലൈമാക്സ് ഇരിക്കുന്നത്. ഈശോ പൊടുന്നനെ പറയുകയാണ്, ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു. സുവിശേഷത്തില് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈശോ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർക്കിടയിൽ ഇതിനെപ്പറ്റി തർക്കമുണ്ടായി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരാൾക്ക് തന്റെ ശരീരം എങ്ങനെ ഭക്ഷണപാനീയങ്ങളായിട്ട് നൽകാൻ പറ്റും? ആദ്യത്തെ വാചകത്തിൽ പുതുമയില്ലെങ്കിൽ രണ്ടാമത്തെ വാചകം മുന്നിലിരിക്കുന്ന ഈ വലിയ ജനസമൂഹത്തിന് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറത്തായിരുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു, ഇതെന്റെ യഥാർത്ഥ ശരീര രക്തമാകും. ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. വാട്ട് ഷുഡ് ഐ ബിലീവ്? നിങ്ങൾ എന്താണ് പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇതാണ്. നിങ്ങൾ ഒരല്പം മുമ്പ് സ്വീകരിച്ച പരിശുദ്ധ കുർബാന ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ശരീരമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഈ വിശ്വാസമില്ലാതെ നമ്മൾ എത്ര വർഷങ്ങളിൽ എത്ര വട്ടം പരിശുദ്ധ കുർബാന സ്വീകരിച്ചാലും നമ്മൾ സ്വീകരിക്കുന്ന കുർബാനയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് പറ്റില്ല. നീ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ശരീരമാണെന്ന് വിശ്വസിക്കണം. ഒരുപാട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നമ്മുടെ സഭയിൽ നടന്നിട്ടുണ്ട്, ഒരുപാടെണ്ണം. നിങ്ങൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. യൂക്കറിസ്റ്റിക് മിറക്കിൾസ്, ഒരുപാട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് വരും. അവയൊക്കെ തന്നെ സയന്റിഫിക് ആയിട്ട്, ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. യൂക്കറിസ്റ്റിക് മിറക്കിൾസ് സയന്റിഫിക്കലി പ്രൂവ്ഡ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ വെറുതെ അടിച്ചു കൊടുത്താൽ വീണ്ടും ഒരു നീണ്ട ലിസ്റ്റ് വരും. ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ. അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത്, ഏറ്റവും പഴക്കം ചെന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തെ പറ്റിയുള്ളതാണ്. അത് ഇറ്റലിയിലെ ടൂറിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന ദിവ്യകാരുണ്യ അത്ഭുതമാണ്. പരിശുദ്ധ കുർബാനയുടെ മധ്യത്തില് വൈദികന്റെ കരങ്ങളിലിരിക്കുന്ന ഈ ഗോതമ്പപ്പം ഈശോയുടെ യഥാർത്ഥ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. കുർബാന കഴിഞ്ഞ് അച്ഛനത് ഒരു ചെറിയ അരുളിക്കയില് സക്രാരിക്കുള്ളിൽ സൂക്ഷിച്ചു. മെത്രാനച്ഛനെ വിവരമറിയിച്ചു. മെത്രാനച്ഛൻ അത് വന്ന് എടുത്തുകൊണ്ടുപോയി അരമനയുടെ ചാപ്പലിൽ സൂക്ഷിക്കുകയാണ്. കുറെ മാസങ്ങൾ കഴിഞ്ഞ് മെത്രാനച്ഛൻ അത് വീണ്ടും തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അത്ഭുതം നടന്ന അതേപോലെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട് അതിങ്ങനെ അവശേഷിക്കുകയാണ്. അപ്പോൾ മെത്രാനച്ഛന് തോന്നി, ഇത് ഇങ്ങനെ ഇവിടെ ഇരുത്തിയത് കൊണ്ട് കാര്യമില്ല, ഇത് തുടർ പഠനങ്ങൾക്ക് വിധേയമാക്കണം. അപ്പോൾ മെത്രാനച്ഛൻ ആ കാലഘട്ടങ്ങളിലെ യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള രണ്ട് നിരീശ്വരവാദികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ വിളിക്കുകയാണ്. നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത, സഭയിലെ വിശ്വാസമില്ലാത്ത, പരിശുദ്ധ കുർബാനകളിലോ കൂദാശകളിലോ ഒന്നും വിശ്വാസമില്ലാത്ത കൂട്ടരാണ് നിരീശ്വരവാദികൾ. അപ്രകാരമുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള രണ്ട് നിരീശ്വരവാദികളായ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ച് അവരുടെ കയ്യിൽ ഈ അത്ഭുതമായിട്ട് മാറിയ ദിവ്യകാരുണ്യം കൊടുത്തിട്ട് പറഞ്ഞു. അവരോട് ഇത് ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് മാറിയതാണെന്നൊന്നും മെത്രാനച്ഛൻ പറഞ്ഞില്ല. പകരം ഇത് നിങ്ങൾ കൊണ്ടുപോയി പഠിച്ചിട്ട് റിപ്പോർട്ട് എനിക്ക് നൽകണം. അവരത് കൊണ്ടുപോയി അവരുടെ ലാബില് ഇഴകീറി മുറിച്ച് പരിശോധിച്ചു. അതിനുശേഷം ഒരു നീണ്ട റിപ്പോർട്ട് മെത്രാനച്ഛന് സമർപ്പിക്കാനായിട്ട് വരികയാണ്. റിപ്പോർട്ട് സമർപ്പിച്ചു. അതിന്റെ ഒടുവിലായിട്ട് അവരൊരു ചോദ്യം മെത്രാനച്ഛനോട് ചോദിച്ചാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ആ ചോദ്യം ഇപ്രകാരമായിരുന്നു: മരണത്തോളം വേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ കീറിയെടുത്ത് ഞങ്ങളുടെ പക്കൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു? മരണത്തോളം വേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ കീറിയെടുത്ത് ഞങ്ങളുടെ പക്കൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു? ഇതാണ് ഒരല്പം മുമ്പ് നിങ്ങൾ സ്വീകരിച്ചത്. ഈശോയുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ്, ജീവിക്കുന്ന ഈശോയുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് ഒരല്പം മുമ്പ് നിങ്ങൾ സ്വീകരിച്ചത്. ഇതാണ് നമ്മൾ പരിശുദ്ധ കുർബാനയെ പറ്റി ആത്യന്തികമായിട്ട് വിശ്വസിക്കേണ്ടത്. ഇതിങ്ങനെ വെറും ഒരു ഗോതമ്പപ്പമല്ലെന്നും കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു പലഹാരമല്ലെന്നും അതേ ലാഘവത്തോടെ നമ്മൾ
പരിശുദ്ധ കുർബാനയെ സമീപിക്കാനായിട്ട് പാടില്ല. ഈശോയുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വൈദികൻ ഇങ്ങനെ നിങ്ങളുടെ കരങ്ങളിലോ നാവിലോ ആയിട്ട് വെച്ചു നൽകുന്നത്. ഒരു ഹൃദയത്തിന്റെ ഒരു ഭാഗം. വാട്ട് ഷുഡ് ഐ ബിലീവ്? ഈ വിശ്വാസമില്ലാതെ നമ്മൾ വെറുതെ പള്ളിയിൽ വന്നിരുന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തത് കൊണ്ട് കാര്യമില്ല. ഈ വിശ്വാസത്തോടുകൂടി നമ്മൾ ഒരൊറ്റ പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ സ്വീകരിക്കുന്ന കുർബാന നമ്മുടെ ഉള്ളില് ഫലങ്ങൾ പുറപ്പെടുവിക്കും. നമുക്കും നമ്മുടെ ആവശ്യങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഫലങ്ങൾ ഉണ്ടാകാത്തതിന്റെ കാരണം നമ്മൾ ഇപ്പോഴും ഇതേ വിശ്വാസത്തോടു കൂടി അല്ല ഈ കുർബാന സ്വീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഇത് വിശ്വസിക്കണം. ഇതാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. പരിശുദ്ധ കുർബാന ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ശരീരമാണ്. നിങ്ങൾ അങ്ങനെ സ്വീകരിച്ചു നോക്കിക്കേ, അത്ഭുതങ്ങൾ കാണാൻ പറ്റും. അത്ഭുതങ്ങൾ. ഞാൻ ഈ കോവിഡിന് തൊട്ട് മുന്നേ അച്ഛനായ വ്യക്തിയാണ്. കോവിഡിന് മുന്നേ വളരെ ആഘോഷമായിട്ട് പുത്തൻ കുർബാനയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ ചെന്ന് ഇപ്പമെല്ലാം തകിടം മറച്ചേക്കാം എന്നുള്ള രീതിയിൽ ആദ്യത്തെ പള്ളിയിൽ പോയിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കോവിഡായിട്ട് വെറുതെ ഇരിക്കുകയാണ്. ഇപ്പൊ എൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ എൻ്റെ തന്നെ ബാച്ചുകാരനാണ്. കോവിഡിന്റെ വളരെ കനത്ത റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ ബാച്ചുകാരന്റെ ഒരു ആന്റിയുണ്ട്. പുള്ളിക്കാരത്തി അതിരുമ്പുഴ ഇടവകക്കാരെയാണ്. പുള്ളിക്കാരത്തിക്ക് ക്യാൻസറാണ്, ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പം പുള്ളിക്കാരത്തി ഈ അച്ഛനെ, എൻ്റെ ബാച്ചുകാരൻ, അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഈ ചേച്ചിക്ക് ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ കൂടാതെ, ക്യാൻസറാണ്, ഓപ്പറേഷൻ കൂടാതെ ഇനി മുന്നോട്ട് പോവുക സാധ്യമല്ല. അപ്പൊ ഈ ചേച്ചിക്ക് ഒരു ആഗ്രഹം, കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അപ്പൊ ചേച്ചിയുടെ സ്വന്തം ഇടവക പള്ളിയിലെ അച്ഛന്മാരെ ബുദ്ധിമുട്ടിക്കാനായിട്ടൊരു മടി. പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കൊണ്ടുവരും. എങ്കിൽ പോലും കോവിഡിന്റെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് ചേച്ചിക്കൊരു മടി. അപ്പം സ്വന്തം കസിനായ ഇവനോട് പറയുകയാണ്. അപ്പൊ അവൻ പിറ്റേ ദിവസം രാവിലെ ചെറിയൊരു അരുളിക്കയിലെ പരിശുദ്ധ കുർബാനയുമായിട്ട് ഈ ചേച്ചിയുടെ അടുക്കൽ ചെന്നു, കുമ്പസാരിപ്പിച്ചു, പരിശുദ്ധ കുർബാന നൽകി. അവൻ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ഈ ചേച്ചി ഹോസ്പിറ്റലിലെ ചെല്ലാണ്. ഓപ്പറേഷന് തൊട്ട് മുന്നേയുള്ള സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സീരിയസ്നെസ് ഇപ്പോൾ ഈ രോഗത്തിന് ഇല്ല. എന്നിട്ട് ഡോക്ടർ ചോദിച്ചു, ചേച്ചി ഈ ദിവസങ്ങളിൽ വേറെ എന്തെങ്കിലും ചെയ്തിരുന്നോ? വേറെ എന്തെങ്കിലും മരുന്നുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലോ പോവോ, അങ്ങനെ മറ്റെന്തെങ്കിലും? കാരണം പ്രത്യേകമായിട്ടുള്ള ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ചേച്ചി പറഞ്ഞു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ ഒരു പരിശുദ്ധ കുർബാന വിശ്വാസത്തോടു കൂടി സ്വീകരിച്ചതല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. ചേച്ചി ഇപ്പോഴും സുന്ദരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതേ വിശ്വാസത്തോടു കൂടിയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഈ വിശ്വാസം വേണം. ഇതില്ലാതെ ഇതിങ്ങനെ ഒരു ചടങ്ങ് പോലെ എത്ര പങ്കെടുത്ത് സ്വീകരിച്ചാലും ഫലമുണ്ടാവില്ല. വാട്ട് ഷുഡ് ഐ ബിലീവ്? എന്താണ് നീ പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇതാണ്, ഇത് ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ശരീരമാണെന്ന്, രക്തമാണെന്ന് നീ വിശ്വസിക്കണം. ഈ കോവിഡിന്റെ സമയത്ത് സ്പർശനം മൂലമാണല്ലോ കോവിഡ് പടരുന്നത്. അപ്പോൾ ആ സമയത്തെ നമ്മുടെ പള്ളികളിൽ ഒക്കെ പരിശുദ്ധ കുർബാനയൊക്കെ കുറച്ച് ആളുകൾക്കായിട്ട് മാത്രം ഒതുക്കിയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനോരമ പോലുള്ള പത്രങ്ങളിലൊക്കെ വന്ന ഒരു വാർത്തയാണ്, അതിവിടെ പറയാമെന്ന് തോന്നുന്നു. ഈ ക്ഷേത്രങ്ങളിൽ പ്രസാദം ഇങ്ങനെ നൽകാറുണ്ടല്ലോ വിശ്വാസികൾക്ക്. അപ്പൊ അതൊക്കെ ആ സമയത്ത് നിർത്തലാക്കിയിരുന്നു. കാരണം ഇങ്ങനെ സ്പർശിക്കുമല്ലോ, പൂജാരി ഇങ്ങനെ കൊടുക്കുമ്പോൾ വിശ്വാസികളുടെ കയ്യിൽ അത് സ്പർശിക്കും, കോവിഡ് പകർന്നേക്കാം. അതുകൊണ്ട് അപ്രകാരമുള്ള പരിപാടികളൊക്കെ നിർത്തലാക്കിയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പത്രങ്ങളിൽ നമ്മൾ തന്നെയുള്ള ചില നല്ല ക്രിസ്ത്യാനികൾ പറഞ്ഞ ഒരു വാർത്തയൊക്കെ, കമന്റൊക്കെ പത്രങ്ങളിൽ വന്നിരുന്നു. ക്ഷേത്രങ്ങളിൽ ഇത് നിർത്തലാക്കിയതുപോലെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പരിശുദ്ധ ദേവാലയങ്ങളിലെ പരിശുദ്ധ കുർബാന കൊടുക്കുന്നത് നിർത്തലാക്കിക്കൂടാ? നിങ്ങൾക്ക് എന്തുകൊണ്ട് പരിശുദ്ധ കുർബാന അച്ഛൻ ഇങ്ങനെ നൽകുമ്പോൾ
അതിങ്ങനെ വിശ്വാസിയുടെ കയ്യിൽ തട്ടൂലോ. നിങ്ങൾക്ക് എന്തുകൊണ്ട് പരിശുദ്ധ കുർബാന അപ്രകാരം നിർത്തലാക്കിക്കൂടാ? ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. ഇവിടാണ് നമ്മൾ ഇപ്പോഴും ഈ പരിശുദ്ധ കുർബാനയെ കമ്പയർ ചെയ്യുന്നത് ഇപ്രകാരമുള്ള കാര്യങ്ങളുമായിട്ടാണ്. അതുകൊണ്ടാണ് കർദിനാൾ റോബർട്ട് സാറയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ദ യൂക്കറിസ്റ്റ്, ഹോളി യൂക്കറിസ്റ്റ് ഈസ് നോട്ട് സംതിങ് ബട്ട് ഇറ്റ് ഈസ് സം വൺ. ഇതിങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുവായിട്ട് നമ്മൾ കരുതാനായിട്ട് പാടില്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു പലഹാരം കണക്കെ അതേ ലാഘവത്തോടെ നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പാടില്ല. ഹോളി യൂക്കറിസ്റ്റ് ഈസ് നോട്ട് സംതിങ്, ഇറ്റ് ഈസ് സം വൺ. ഇതൊരു മനുഷ്യനാണ്, യഥാർത്ഥത്തിലുള്ള ഈശോയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ഈ ബോധ്യമാണ് നമ്മുടെ ഉള്ളിൽ വരേണ്ടത്. ഈ വിശ്വാസത്തോടെ ആയിരിക്കണം നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. നമ്മൾ ദേവാലയങ്ങളിൽ നിൽക്കുന്ന നമ്മുടെ പോസ്റ്റർ കണ്ടാൽ അറിയാം നമുക്കിതിനെപ്പറ്റി നല്ല ഗ്രാഹ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അച്ഛൻ എന്തൊക്കെയോ ഇവിടെ നിന്ന് പറയുന്നു, നമ്മളും എന്തൊക്കെയോ തിരിച്ചു പറയുന്നു. ഇതിന്റെ ഒടുവില് പരിശുദ്ധ കുർബാന നൽകുന്നു, നമ്മളത് മേടിച്ച് തിരിച്ചു പോകുന്നു. ഇത്രേ സംഭവിക്കുന്നുള്ളൂ. ഇതിങ്ങനെ നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലരുടെയെങ്കിലും ജീവിതങ്ങളിൽ. നമ്മൾ നിൽക്കുന്ന നമ്മുടെ പോസ്റ്റർ കണ്ടാൽ അറിയാം നമ്മൾ ഈ സ്വീകരിക്കാൻ പോകുന്നത് പരിശുദ്ധ കുർബാനയാണോ, ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ശരീരമാണോ എന്നുള്ള ചിന്തയോടെയാണോ നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത്. ഞാൻ ആദ്യം ഇരുന്ന പള്ളിയിൽ അവിടെ സൺഡേ സ്കൂൾ കുട്ടികളുടെ കുർബാനയ്ക്ക് സൺഡേ സ്കൂൾ കുട്ടികളോട് ഞാൻ പറയുമായിരുന്നു, നമ്മളിങ്ങനെ പരിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ, ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എനിക്കറിയില്ല, അവിടെ ഞാൻ ഇരുന്ന പള്ളിയിൽ കൈകളിലാണ് സ്വീകരിക്കുന്നത്. അപ്പം ഇതെല്ലാം നാവിൽ സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കൈകളിൽ സ്വീകരിക്കുന്നതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ അന്ന് അവിടെ ആയിരുന്നപ്പോൾ കുട്ടികളോട് പറഞ്ഞതാണ്, നമ്മളിങ്ങനെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് വരുമ്പോൾ അതായത് കുട്ടികളോട് പറയുന്നതാണ്, നിങ്ങളുടെ കൈകളിൽ ഈ കുത്തിവരകള് അതൊക്കെയായിട്ട് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുർബാന ഞാൻ നൽകില്ല. നമ്മൾ നൽകും കേട്ടോ, എങ്കിൽ പോലും കുട്ടികളോട് നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു. നമ്മൾ അങ്ങനെ വളരെ ലാഘവത്തോടെ ഒരു ഈസി മൈൻഡോട് കൂടി നമ്മൾ വന്ന് കുർബാന സ്വീകരിക്കാൻ പാടില്ല. ഇതെന്താണ് അച്ഛൻ ഈ വെച്ചു നൽകുന്നത്? നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഈശോയുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് ഒരു പുരോഹിതൻ ഇങ്ങനെ നിങ്ങളുടെ കൈകളിലേക്ക് നാവിലേക്ക് വെച്ചു നൽകുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ കൈകളിൽ ഒരുപാട് അഴുക്കുകളുമായിട്ട് കുത്തിവരകളുമായിട്ട് വന്ന് സ്വീകരിക്കാൻ പാടില്ല. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ ഈ വിശ്വാസത്തിലുള്ള കുറവ് വരുന്നതുകൊണ്ടാണ്. എന്താണ് പരിശുദ്ധ കുർബാന എന്നുള്ളത്, അതിൽ നമ്മൾ ഒരുപാട് പുറകിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ശരീരമാണ്. ഇവിടെയുള്ള ചേച്ചിമാര് എന്നോട് പിണക്കം കാണിച്ചാലും കുഴപ്പമില്ല. ഇതെല്ലാം കൈകളിൽ സ്വീകരിക്കുന്നതിന്റെ പ്രശ്നങ്ങളാണ് കേട്ടോ. ഇവിടെ ചിലപ്പോൾ നാവിലായിരിക്കാം. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും പള്ളിയിൽ പോയി കൈകളിൽ സ്വീകരിക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് വരുമ്പോൾ, ഇത് കൂടുതലായിട്ട് ചേച്ചിമാരിൽ കാണുന്നു എന്നുള്ളത് കൊണ്ട് സ്നേഹം കൊണ്ട് പറയുവാണെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ ഈ ചേച്ചിമാരുടെ കൈകളിലും അവരുടെ വീടിന്റെ താക്കോല്, അവരുടെ വാഹനത്തിന്റെ താക്കോല്, അങ്ങനെ നമ്മൾ ഈ സാധനങ്ങളെല്ലാമായിട്ട് വരികയാണ്. എന്നിട്ട് ഇതിനിടയിൽ ഈ കുർബാന നൽകുന്ന അച്ഛന്റെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഇതിനിടയിൽ ഒരു ഇടം കണ്ടെത്തി, ഒരു സ്പേസ് കണ്ടെത്തി ഈ പരിശുദ്ധ കുർബാന ഇങ്ങനെ വെക്കുകയാണ്. പാടില്ല. അതിങ്ങനെ വലിയ മാരക പാപമാണ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് നമുക്ക് ഈ നമ്മൾ സ്വീകരിക്കുന്നത് എന്താണെന്നുള്ള ആ ഒരു ബോധ്യത്തിന്റെ കുറവാണ്. നിങ്ങൾ സ്വീകരിക്കുന്നത് എന്താണ്? ഈശോയുടെ ഹൃദയമാണ്, ഹൃദയം. അപ്പൊ നമുക്ക് എത്രമാത്രം ഒരുക്കം വേണം. ലാഘവ ബുദ്ധിയോടെ ആർക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പറ്റും? ഇത്രയും കാലം സംഭവിച്ചത് പോട്ടെ, നാളെ മുതലെങ്കിലും നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനകളിൽ ഈ വിശ്വാസത്തോടുകൂടി നമ്മൾ സ്വീകരിക്കണം. ഈശോയുടെ യഥാർത്ഥ ശരീരമാണ്, യഥാർത്ഥ രക്തമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അജ്ന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ജീസസ് യൂത്തുകാരിയാണ്.
നിങ്ങൾ മാതാപിതാക്കന്മാരൊക്കെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കേണ്ട പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ ഒരെണ്ണം ഇതാണ്. പുസ്തകത്തിന്റെ പേര് ദിവ്യകാരുണ്യത്തിന്റെ വാനമ്പാടി എന്നുള്ള പേരിലാണ്. കുറെ പേരൊക്കെ വായിച്ചിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ വായിക്കണം, വാങ്ങിക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കണം. ദിവ്യകാരുണ്യത്തിന്റെ വാനമ്പാടി. ഈ അജ്ന എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പറ്റി അവളുടെ കൂട്ടുകാരൻ എഴുതിയ ഒരു പുസ്തകമാണ്. ഈ കൊച്ചു മരിച്ചുപോയി. ഇവള് പഠനത്തിൽ മിടുക്കിയായിരുന്നു, നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് ചിത്രം വരയ്ക്കും. അങ്ങനെ ഇരിക്കെ അവൾക്ക് അവളുടെ പഠനത്തിന്റെ കാലയളവിൽ PG സമയങ്ങളിൽ അവൾക്ക് ക്യാൻസർ വരികയാണ്. മുഖത്താണ് അവളുടെ ക്യാൻസർ. അവളിങ്ങനെ ഈശോയുമായിട്ട് നല്ല അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. തുടർച്ചയായിട്ട് എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ കുർബാനകളിൽ പങ്കെടുക്കുന്നവളാണ്. അവൾക്ക് ഈ അസുഖം വന്നതിന് ശേഷവും അവള് എല്ലാ ദിവസങ്ങളിൽ എന്ന പോലെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. കോളേജിൽ പോയാലും ഉച്ച സമയത്ത്, ഈ കൊച്ചു ബ്രേക്കിന്റെ സമയത്ത് ബാക്കിയുള്ള കുട്ടികളെ കൂട്ടി ഈ ദേവാലയത്തിൽ വന്ന് ദിവ്യകാരുണ്യ ആരാധന നടത്തും. അത്രമാത്രം ഈശോയോട് അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന ഒരു കൊച്ച്. അപ്പൊ ഇവളുടെ ഈ ട്രീറ്റ്മെന്റിന്റെ സമയത്തെ കാര്യങ്ങളും ആ ട്രീറ്റ്മെന്റിന്റെ ചിത്രങ്ങളും ഒക്കെ ഉൾപ്പെടെയാണ് ഈ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് അടുത്ത പേജിലേക്ക് പോവുക സാധ്യമല്ല. കാരണം അത്രയ്ക്കും ഭീകരമാണ് അവസാനമൊക്കെ ഇവളുടെ മുഖം. ഇതിങ്ങനെ ക്യാൻസർ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇവളുടെ മുഖത്തെ. അങ്ങനെ ഒടുവില് ഈ കവിളിലൊക്കെ ഇവൾ ആശുപത്രിയിൽ അഡ്മിറ്റായി. കവിളിലൊക്കെ വലിയ ദ്വാരമായി. അപ്പൊ ഇതിനകത്തോടെ ട്യൂബ് ഇട്ടിരിക്കുകയാണ് ഫുഡ് കൊടുക്കാൻ വേണ്ടി. കവിളിലുണ്ടായ ദ്വാരത്തിന്റെ അകത്തോടെ ട്യൂബ് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഊഹിക്കാവുന്നതിനേക്കാളും അപ്പുറത്തുള്ള വേദനകൾ എടുത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി. അവൾ ഇങ്ങനെ ആശുപത്രി കിടക്കയിലാണ്. അവൾ ആ സമയത്തും ഒരു ചെറിയ കുറിപ്പ് എഴുതി അവരുടെ കൂടെ നിൽക്കുന്ന അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. എനിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം, എനിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. എന്നിട്ട് അച്ഛൻ വരികയാണ്. അച്ഛൻ പരിശുദ്ധ കുർബാനയുമായിട്ട് വരികയാണ്. ഇവൾക്ക് ഇങ്ങനെ നേരിട്ട് പരിശുദ്ധ കുർബാന നൽകാനായിട്ട് സാധ്യമല്ലല്ലോ, ഇവൾക്കത് ഭക്ഷിക്കാനായിട്ട് പറ്റില്ല. ഇതിങ്ങനെ വെള്ളത്തിൽ അലിയിപ്പിച്ച് ട്യൂബ് വഴി ഇവൾക്ക് കൊടുക്കുകയാണ്. ട്യൂബ് വഴി മരിക്കുന്നതിന് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവൾ ഇപ്രകാരം പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. അവൾ മരിച്ചു. ഇന്നും അവളുടെ കല്ലറയിൽ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, അപ്രകാരം വേദനകളുടെയും സകരങ്ങളുടെയും ഇടയിലൂടെ കടന്നുപോയൊരു സാധാരണ പെൺകുട്ടിക്ക് പോലും താൻ സ്വീകരിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം, വിശ്വാസമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കമ്പയർ ചെയ്യേണ്ടത് ഇപ്രകാരമുള്ള വ്യക്തികളെ വെച്ചാണ്. ഇങ്ങനെ ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട്, പരിശുദ്ധ കുർബാനയോടുള്ള അഗാധമായ സ്നേഹത്തിൽ ജീവിക്കുന്നവര്. താൻ സ്വീകരിക്കാൻ പോകുന്നത് പരിശുദ്ധ കുർബാന ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ശരീര രക്തമാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നവര്. ഞങ്ങൾ അച്ഛനാകുന്നതിന് മുമ്പൊക്കെ സെമിനാരികളിൽ നിന്ന് ഞായറാഴ്ചകളിലും വേദപാഠം പഠിപ്പിക്കാനായിട്ട് വിവിധ ഇടവകകളിലേക്ക് പോകും. അങ്ങനെ ഇരിക്കെ ഒരു വർഷം ഞാൻ പോയതും കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഒരു ഇടവകയിലാണ്. ആ ഇടവകയിലെ ഒരു കുടുംബത്തില് 2 പെൺമക്കള്. അവർ 2 പേരും ഒരേ രോഗത്തില് തളർന്ന് 2 മുറികളിലായിട്ട് കിടക്കുകയാണ്. ഒരേ രോഗം. അവരെ പറ്റിയുള്ള ഫീച്ചറുകളൊക്കെ നമ്മുടെ ദീപികയുടെ സപ്ലിമെന്റിലൊക്കെ ഈ ഇടയിൽ വന്നിരുന്നു. ഈയിടെന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ്. ഇവർ ഒരേ രോഗം ബാധിച്ച് 2 മുറികളിലായിട്ട് അനിയത്തിയും ചേച്ചിയും കിടക്കും. ഈ 2 മക്കളെ ഉള്ളൂ ഈ മാതാപിതാക്കന്മാർക്ക്. ഇവർക്ക് ഇങ്ങനെ കട്ടിലിൽ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും ഇവർക്ക് ആവതില്ല. അസഹനീയമായ വേദനയാണ്. വേദന കുറയുവാനുള്ള ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, അല്ലാതെ രോഗം സുഖമാക്കപ്പെടാനുള്ള ട്രീറ്റ്മെന്റ് ഇല്ല. അവരിങ്ങനെ കിടക്കുകയാണ്. ഒന്ന് തിരിയണമെങ്കിൽ പോലും അമ്മയോ അപ്പനോ വന്ന് സഹായിക്കണം. അങ്ങനെ ജീവിക്കുന്ന 2 പെൺകുട്ടികള്. ഇതിന്റെ കൗതുകം എന്താണെന്ന് വെച്ചാല്, ഇവര് മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചകളിലും ഇവരുടെ ഇടവക ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഇങ്ങനെ ദേവാലയത്തിനുള്ളിൽ വന്ന് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും ഇവർക്ക് സാധ്യമല്ല.
ഇവരുടെ വണ്ടിയിൽ വന്ന് ഈ മോണ്ടളത്തിന്റെ വെളിയിൽ കിടന്ന് ചില്ല് താത്തിയിട്ട് പരിശുദ്ധ കുർബാന കേൾക്കും. കുർബാന കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോൾ അച്ഛൻ ഈശോയുമായിട്ട് വന്ന് ഈ പെൺകുട്ടികൾക്ക് പരിശുദ്ധ കുർബാന നൽകും. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവരെന്തിനാണ് ഇത്ര മെനക്കെട്ട് വന്ന് പരിശുദ്ധ കുർബാന ഇങ്ങനെ സ്വീകരിക്കുന്നത്? പറഞ്ഞാൽ അച്ഛൻ വന്ന് വീട്ടിൽ വന്ന് കൊണ്ടേ കൊടുക്കൂലോ. ഇതിന്റെ ഉത്തരം ഇതാണ്, അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർ സ്വീകരിക്കാൻ പോകുന്നത് എന്താണെന്ന്. തങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ശരീരമാണെന്ന്, രക്തമാണെന്ന ബോധ്യത്തോടെയാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അവരിപ്പോഴും ആ വേദനകൾക്കിടയിലും ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ കാര്യം ഇതാണ്, നമ്മൾ ഈ വിശ്വാസത്തോടു കൂടി ആയിരിക്കണം നമ്മൾ നാളെ മുതലുള്ള പരിശുദ്ധ കുർബാനകളിൽ പങ്കെടുക്കേണ്ടത്. വെറുതെ വന്ന് നമ്മൾ കുർബാന സ്വീകരിച്ച് തിരികെ പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് കുർബാനയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഫലവും പുറപ്പെടുവിക്കാനായിട്ട് സാധ്യമല്ല. വിശ്വാസമില്ലാതെ എങ്ങനെ ഒരാളിൽ ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റും? നീ സ്വീകരിക്കാൻ പോകുന്നത് ഈശോയുടെ ഹൃദയമാണ്. ഹൃദയം നിനക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ ഈശോയുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് നീ സ്വീകരിക്കുന്നത്. ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. വാട്ട് ഷുഡ് ഐ ബിലീവ്? നീ എന്താണ് പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കേണ്ടത്? ഇതാണ്, നീ സ്വീകരിക്കാൻ പോകുന്നത് ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ശരീര രക്തമാണെന്ന് നീ വിശ്വസിക്കണം. രണ്ടാമത്തേത്, വാട്ട് ഷുഡ് ഐ ഡു? എന്താണ് നീ പരിശുദ്ധ കുർബാനയിൽ ചെയ്യേണ്ടത്? ധ്യാനമായതുകൊണ്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു പാരമ്പര്യം. എങ്കിലും എന്താണ് നിങ്ങൾ പരിശുദ്ധ കുർബാനയിൽ ചെയ്യേണ്ടത്? നിങ്ങൾ എന്താ പരിശുദ്ധ കുർബാന ചെയ്യുന്നത്? ചോദ്യം മനസ്സിലായില്ലേ? അന്നാ പെസഹ മുതൽ തുടങ്ങുന്ന പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യണം? ഈശോയോട് ചേർന്ന് ബലി അർപ്പിക്കണം. പിന്നെ അന്നാ പെസഹ മുതൽ തുടങ്ങുന്ന പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലളിതമായിട്ടുള്ള സിമ്പിൾ വൺ വേർഡ് ആൻസർ. നമ്മൾ വീട്ടിൽ നിന്ന് പോരുമ്പോഴേ കുർബാന കാണാനായിട്ട് ഒരുങ്ങി പോരണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം പരിശുദ്ധ കുർബാനയിൽ? ചോദ്യം മനസ്സിലായില്ലേ? അന്നാ പെസഹ മുതൽ തുടങ്ങുന്ന പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്തിനാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്? അതാണ് ചോദ്യം. നിങ്ങൾ എന്തിനാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്? പറയാത്തവര് ജനാധിപത്യത്തിൽ പറയാത്ത നമ്മളൊരു ബലിയായിട്ട് സമർപ്പിക്കണം. നിങ്ങൾ എന്തിന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും? ഇരുന്നു ഐക്യപ്പെടാനും ഒന്നു ചേരാനുമായിട്ട് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾ എന്താണ് പരിശുദ്ധ കുർബാനയിൽ ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്? സിസ്റ്റേഴ്സിനോട് ചോദിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് വിട്ടിരിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ അന്നാ പെസഹ മുതൽ തുടങ്ങുന്ന പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത്രേ ഉള്ളൂ. സ്വീകരിക്കണം. വേറെ നിങ്ങൾ പറഞ്ഞ ആൻസർ തെറ്റാന്നുള്ളതല്ല, ഉത്തരം ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. സ്വീകരിക്കണം. പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. വേറൊന്നിനു വേണ്ടിയല്ല, വേറൊന്നിനു വേണ്ടി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ആരെങ്കിലും ചോദിക്കുമ്പം നിങ്ങൾ വീട്ടിൽ ചെന്ന് കുട്ടികളോടൊക്കെ കൃത്യമായിട്ട് പറയണം, പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആത്യന്ത്യം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒടുവിൽ നമ്മൾ കുർബാന സ്വീകരിച്ചിരിക്കണം, കൺസ്യൂം ചെയ്തിരിക്കണം. നമ്മൾ അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാവാനായിട്ട് പാടില്ല. നമ്മൾ എന്തിനാണ് കുർബാനയിൽ പങ്കെടുക്കുന്നത് ചോദിച്ചാൽ അതിന്റെ ഒടുവിൽ നമ്മൾ ഈശോയെ സ്വീകരിക്കണം. ഇത് ഞാൻ കൈന്നിട്ട് പറയുന്നല്ല. ഞാനിപ്പോ വായിച്ച് തീർത്ത സുവിശേഷത്തിന്റെ ബാക്കി ഭാഗം നിങ്ങൾ വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് നിങ്ങളിത് വാങ്ങി കഴിക്കണം, നിങ്ങളിത് വാങ്ങി കുടിക്കണമെന്ന് ഈശോ തന്നെ പറയുന്നുണ്ട് സുവിശേഷത്തില്.
ഈശോ പറഞ്ഞ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾ ഈ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ കറക്റ്റാണ്. ഇത് കൊണ്ടെത്തിക്കുന്നത് ഇതിലേക്കായിരിക്കണം. കുർബാന നമ്മൾ സ്വീകരിക്കണം. പല ആൾക്കാരും പരിശുദ്ധ കുർബാനയിൽ മുഴുനീള പങ്കെടുത്തിട്ട് പോവാണ്, ഈശോയെ സ്വീകരിക്കാതെ പോവാണ്. എനിക്കത് മനസ്സിലാവണില്ല. നമ്മൾ പാപികളാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്കത് എല്ലാ ദിവസവും പാപികളായി മാറുമോ? കുമ്പസാരിക്കണം, അതിനുള്ള അവസരങ്ങളുണ്ടല്ലോ. കുമ്പസാരിച്ച് യോഗ്യതയോടെ പങ്കെടുക്കുന്ന, ആത്യന്തം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരാള് ഇതിന്റെ ഒടുവിൽ ഈശോയെ സ്വീകരിക്കണം. അതാണ് വാട്ട് ഷുഡ് ഐ ഡു, എന്താണ് ഞാൻ പരിശുദ്ധ കുർബാനയിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. സ്വീകരിക്കണം. നമ്മുടെ സീറോ മലബാർ സഭയിലെ കുർബാന ക്രമത്തില് നിങ്ങൾ അല്പം മുമ്പ് പങ്കെടുത്താണല്ലോ. അച്ഛൻ ഇങ്ങനെ മധുബകായിൽ ചെന്നതിന് ശേഷം അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്പൊ നിങ്ങൾ എന്നാ പറയുന്നേ? ഒന്നും പറയുന്നില്ല നിങ്ങൾ. ആമേൻ. അതിനുശേഷം അച്ഛൻ വീണ്ടും പറയും, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാകുന്നു, നിങ്ങൾ ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. അപ്പൊ നിങ്ങൾ എന്നാ പറയുന്നേ? ആമേൻ. ഇത് നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പറയിപ്പിക്കണമെന്നല്ല, നിങ്ങൾ സ്വയമേ പറയുന്നതാണ്. ഈ ആമേൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? സമ്മതമാണ്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എന്തിന് സമ്മതം? ഈശോയാകുന്ന പരിശുദ്ധ കുർബാന സ്വീകരിക്കാനും രക്തം പാനം ചെയ്യാനും എനിക്ക് സമ്മതമാണ് എന്ന് നിങ്ങൾ എഴുതി ഒപ്പിട്ട് നൽകാണ്. എഴുതി ഒപ്പിട്ട് നിങ്ങൾ നൽകി. അതിനുശേഷം 2-3 പ്രാർത്ഥനകൾക്ക് ശേഷം അച്ഛൻ കുസ്തോതിയിലെ പരിശുദ്ധ കുർബാനയുമായിട്ട് വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിലത്തെ പ്രശ്നമാണ്. അവിടെയാണ് അപകടം. പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കണം. ഈശോയുടെ വാക്കുകളാണ്. ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണം, ഇത് നിങ്ങൾ വാങ്ങി കുടിക്കണം. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി അതിന്റെ ഒടുവിൽ കുർബാന സ്വീകരിക്കണം. അത് നമ്മൾ കൺസ്യൂം ചെയ്യണം. നമുക്ക് ഈ ചിന്തയിൽ നിന്ന് പോലും നമ്മൾ അകന്നു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടത് പരിശുദ്ധ കുർബാനയാണ്. അതിനകത്ത് ഒരു തരത്തിലുള്ള സംശയവും. ഒരു തരത്തിലുള്ള സംശയവും. പരിശുദ്ധ കുർബാനയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടത്. ഈ ആരാധന മാത്രം പോരാ എന്നാണ് ഞാൻ പറയുന്നത്. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി കുർബാനയെ ആരാധിച്ചിട്ട് പോവുക, അതല്ല അതിന്റെ പ്രൈമറി, അതല്ല. എന്ന് വെച്ച് പരിശുദ്ധ കുർബാനയെ ആരാധിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ വിചാരിച്ചേക്കല്ലേ. നിങ്ങൾ അങ്ങനെ വെറുതെ ഒരു കൊച്ചച്ചൻ വന്ന് പറഞ്ഞു പരിശുദ്ധ കുർബാനയെ നാളെ മുതൽ, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ, നമ്മുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രൂപതയിൽ വലിയ ഗ്രാൻഡ് യൂക്കറിസ്റ്റിക് മിഷൻ നടന്നിരുന്നു. ദിവ്യകാരുണ്യത്തെ പറ്റി മാത്രമുള്ള 2-3 ദിവസം നീളുന്ന ധ്യാനങ്ങൾ, ടോക്കുകൾ. അതിന്റെ ഒടുവിൽ ഇങ്ങനെ ദേവാലയത്തിന്റെ നടുവിലൂടെ ഒടുവിലത്തെ ദിവസം ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഉൾപ്പെടെ നമ്മൾ നടത്തിയിരുന്നു. നമ്മുടെയൊക്കെ സാധാരണ ദേവാലയങ്ങളിൽ നടുവിൽ ഒരു റെഡ് കാർപ്പറ്റ് ഉണ്ടായിരിക്കും. എങ്കിൽ പോലും നമ്മൾ ഈ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വരുമ്പോൾ നമ്മൾ അതിന്റെ മേളിൽ വീണ്ടും എന്തെങ്കിലും ഒരു വെള്ളത്തുണി വിരിച്ച് 2 ധൂപക്കുറ്റികള്, പിന്നെ പൂക്കളിടാനായിട്ട് കുറച്ച് കുട്ടികൾ, ദീപം, ഗ്ലോബുകൾ, തിരികൾ, ഇതൊക്കെയായിട്ട് നമ്മൾ വളരെ അത്രമാത്രം നമ്മൾ ആരാധിക്കേണ്ട ഒന്നാണ് പരിശുദ്ധ കുർബാന. അത്രമാത്രം ആരാധിക്കേണ്ട ഒന്ന്. ഈ കൽദായ സഭകളിൽ അവരിങ്ങനെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടി പരിശുദ്ധ കുർബാന സൂക്ഷിച്ചു വെക്കാറില്ല. കൃത്യം പരിശുദ്ധ കുർബാനയിൽ എത്ര ആൾക്കാരുണ്ടോ അത്രയും പരിശുദ്ധ കുർബാന അതിങ്ങനെ പരിശുദ്ധ കുർബാനയുടെ കീഴിൽ നൽകുന്നു. കുർബാന അവസാനിക്കുന്നു. പിറ്റേ ദിവസത്തേക്ക് വേണ്ടി അവർ നമ്മളെ പോലെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാറില്ല. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു പള്ളിയിൽ പരിശുദ്ധ കുർബാന സൂക്ഷിക്കേണ്ടതായിട്ട് വന്നുവെങ്കിൽ ആ പരിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന പള്ളിയുടെ പരിസരത്തുള്ള സകല വിശ്വാസികളും അച്ഛന്മാരും ആ രാത്രി മുഴുവനും ആ ദേവാലയത്തിൽ ഉണ്ടായിരിക്കണം. എല്ലാവരും ഉണ്ടായിരിക്കണം. അത്രമാത്രം നമ്മൾ ആരാധിക്കേണ്ട ഒന്നാണ് പരിശുദ്ധ കുർബാന. എന്നിരുന്നാലും പരിശുദ്ധ കുർബാനയുടെ ആത്യന്തികമായ ലക്ഷ്യം
ഇതൊന്നുമല്ല. പരിശുദ്ധ കുർബാനയ്ക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നുള്ളത് മാത്രമാണ്. നമ്മളത് കൺസ്യൂം ചെയ്യണം. കുർബാന നമ്മൾ സ്വീകരിക്കണം. ഞാൻ ചില ചേട്ടന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ ഏറ്റവും മുൻപിൽ വന്ന് നിന്ന് കുർബാന മുഴുവൻ പങ്കെടുക്കും എല്ലാ ദിവസങ്ങളിലും. പക്ഷെ ഇവർ കുർബാന സ്വീകരിക്കില്ല. അത് പാടില്ല. ഈശോയുടെ വചനത്തിന് നമ്മൾ എതിരായിട്ട് നിൽക്കുന്നു. നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവൻ എന്നുള്ളതാണ് ഈശോയുടെ വാചകം. നമ്മളത് അനുസരിക്കണം. അതാണ് പരിശുദ്ധ കുർബാനയുടെ ലക്ഷ്യം. വേറെ ഒരു ലക്ഷ്യവും ഉണ്ടാവാനായിട്ട് പാടില്ല. വാട്ട് ഷുഡ് ഐ ഡു? നീ എന്ത് ചെയ്യണം? പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നീ യോഗ്യനാണെങ്കിൽ അതിന്റെ ഒടുവിൽ കുർബാന സ്വീകരിക്കണം. കുർബാന നമ്മൾ ഉൾക്കൊള്ളണം, കൺസ്യൂം ചെയ്യണം. നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ നമുക്ക് അത്രമാത്രം ഒരുക്കം പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ രാവിലെ കുളിച്ച് നമ്മൾ വൃത്തിയായിട്ട് വന്നു എന്നുള്ളത് മാത്രമല്ല കുർബാനയെ സ്വീകരിക്കേണ്ടതിന്റെ ഒരുക്കം. അത് ഒരുക്കത്തിന്റെ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. നിങ്ങൾ ഇന്ന് കുർബാന സ്വീകരിച്ചു, നാളെയും ചിലപ്പം ഇതേ സമയത്തായിരിക്കും പരിശുദ്ധ കുർബാന. ഒരു ദിവസം മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു ദിവസം മുഴുവൻ നമ്മൾ അടുത്ത പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് ഒരുങ്ങണം. വെറുതെ വന്ന് നമ്മൾ പരിശുദ്ധ കുർബാന വളരെ ലാഘവത്തോടെ സ്വീകരിച്ചു പോകാനായിട്ട് പാടില്ല. നന്നായിട്ട് ഒരുങ്ങി വന്ന് വേണം നമ്മൾ ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ശരീരത്തെ നമ്മൾ വാങ്ങി ഭക്ഷിക്കാനായിട്ട്. നന്നായിട്ട് നമ്മൾ ഒരുങ്ങണം. അതിനാണ് പരിശുദ്ധ കുമ്പസാരമൊക്കെ സഭയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതിന്റെ കാരണം. പണ്ടൊരു ഇടവകയില് ഒരച്ഛന് 4:30 ഒരു ഫോൺ കോൾ വരികയാണ്. അച്ഛന്റെ അടുത്ത ഇടവകയിൽ അച്ഛന് പെട്ടെന്ന് ആക്സിഡന്റ് സംഭവിച്ചു. ആ ഇടവകയിൽ 5 മണിക്ക് പരിശുദ്ധ കുർബാനയാണ്. അപ്പൊ കുർബാന അർപ്പിക്കാനായിട്ട് അച്ഛൻ ചെല്ലുമോ എന്നുള്ള അറിയണം. അപ്പൊ അച്ഛൻ പറഞ്ഞു വരാലോ. അപ്പൊ അച്ഛൻ കുളിച്ചൊരുങ്ങി 4:45 മുറ്റത്ത് നിന്നപ്പോൾ ചെറുപ്പക്കാരൻ. അപ്പൊ അച്ഛൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇപ്പൊ കുമ്പസാരിക്കണം. അപ്പൊ അച്ഛൻ സമയം നോക്കിയപ്പോൾ 4:45 ചെല്ലാനായിട്ട് 10-20 മിനിറ്റ് എടുക്കും. അപ്പൊ അച്ഛൻ പറഞ്ഞു, എടാ ഞാൻ അത്യാവശ്യമായിട്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോവാണ്, ഞാൻ വരും, ഞാൻ 5:45 ആകുമ്പോഴത്തേക്ക് ഞാൻ വരും, ഞാൻ നിന്നെ അന്നേരം കുമ്പസാരിപ്പിക്കാം. ഇവരെന്ത് ചെയ്താ സമ്മതിക്കാല്ലേ, ഇവൻ ഇപ്പൊ തന്നെ കുമ്പസാരിക്കണം. അപ്പൊ അച്ഛൻ വിചാരിച്ചു, അച്ഛൻ ആവുന്നത്ര പയറ്റി നോക്കി, പക്ഷെ സമ്മതിക്കണില്ല. അപ്പൊ അച്ഛൻ ഓർത്തു, ഇവൻ ഇനി മാരകമായ പാപങ്ങൾ വല്ലതും ചെയ്തിട്ടാണോ വന്നത്? അങ്ങനെയാണെങ്കിൽ താൻ കുമ്പസാരിപ്പിച്ചില്ലെങ്കിൽ അത് പിന്നെ പലതരത്തിൽ പ്രശ്നങ്ങളിലേക്ക് പോയേക്കാം. പിന്നെ അതിന്റെ കുറ്റബോധം കൂടി അച്ഛൻ ഏറ്റെടുക്കണം. അല്ലെങ്കിൽ അത് ശരിയല്ല. എപ്പം വന്നാലും ഒരച്ഛൻ ഒരാളെ കുമ്പസാരിപ്പിച്ചിരിക്കണം. അപ്പൊ അച്ഛൻ വിചാരിച്ചു, ഇവ മാരകമായി എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടാവും, കുമ്പസാരിപ്പിച്ചേക്കാം, സമയം പൊക്കോട്ടെ വിചാരിച്ചു. അച്ഛൻ പറഞ്ഞു, നീ പള്ളിയിലേക്ക് പൊക്കൂ. അവൻ പള്ളിക്കുള്ളിൽ കയറി. അച്ഛൻ ഇവനെ കുമ്പസാരിപ്പിച്ചു. കുമ്പസാരത്തിനിടയിൽ അച്ഛന് മനസ്സിലായി, ഇവൻ അച്ഛനെ പറ്റിച്ച്. ഇവൻ അത്ര മാരകമായ പാപങ്ങളൊന്നുമില്ല, വളരെ ലളിതമായിട്ടുള്ള പാപങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ അച്ഛൻ വിചാരിച്ചു, എന്നാ പിന്നെ ഇവനെ ഈ 3/4 മണിക്കൂറോടെ താമസിച്ചതെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. എന്നാ ഇവനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്നുള്ള ഇതിൽ അച്ഛൻ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇവൻ വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, എടാ നിനക്ക് ഈ ചെറിയ പാപങ്ങളെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതിപ്പോ എന്റെ സമയവും പോയി, കുർബാനയും താമസിച്ചു, അവിടെ ആൾക്കാർ നോക്കി നിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ മനുഷ്യൻ അച്ഛനോട് പറയുന്ന ഒരു മറുപടിയുണ്ട്. ഇവൻ അച്ഛനോട് പറയാണ്, അച്ഛൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾ. ഞങ്ങൾക്കിങ്ങനെ കുഞ്ഞുങ്ങളില്ലായിരുന്നു. 1 വർഷം മുമ്പ് അവള് ഗർഭിണിയായി. തൊട്ടു മുന്നേ കുഞ്ഞ് പ്രസവിച്ചു. ആ ഫോൺ കോള് എനിക്ക് ലഭിച്ചു. ഞാൻ നേരെ ദേവാലയത്തിലേക്ക് വരികയാണ്. ഫോൺ കോള് കിട്ടിയ ഉടനെ ഇപ്പൊ ഞാനിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ തുടങ്ങുകയാണ്. അപ്പൊ അവൻ വിചാരിക്കുകയാണ്, ഞാനിങ്ങനെ ഈ കുഞ്ഞിനെ ഇങ്ങനെ എൻ്റെ കൈകളിലേക്ക് എടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പാപത്തിന്റെ ഒരു ചെറുകണിക പോലും ഉണ്ടാവാനായിട്ട് പാടില്ല അച്ഛ. ഞാൻ ഈ കുഞ്ഞിനെ എൻ്റെ കൈകളിലേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ പാപത്തിന്റെ ഒരു ചെറുകണിക പോലും
എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. ഇതാണ് ആ മനുഷ്യന്റെ ഒരുക്കം. നമ്മളിങ്ങനെ എല്ലാ ദിവസവും വന്ന്, നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ, പുരോഹിതനും വിശ്വാസികളും എല്ലാവരും നമ്മളിങ്ങനെ എല്ലാ ദിവസവും വന്ന് പരിശുദ്ധ കുർബാന എടുക്കുന്നവരാണ്, സ്വീകരിക്കുന്നവരാണ്, ഉൾക്കൊള്ളുന്നവരാണ്. നമ്മളപ്പോ എത്രയോ ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. പാപത്തിന്റെ ഒരു കണിക പോലും ജീവിതത്തിൽ ഉണ്ടാവാൻ ഇടയാകാത്ത വിധത്തിൽ നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. നമ്മൾ കുമ്പസാരിക്കണം അടുക്കൽ. അതിനിങ്ങനെ നമ്മൾ കൃത്യമായിട്ടുള്ള ടൈം പീരീഡ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാപം ഉണ്ടായി എന്നുള്ള തോന്നൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെന്ന് പരിശുദ്ധ കുമ്പസാരം നടത്തണം. പാപത്തിന്റെ ഒരു കണിക പോലും ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. അത്രമാത്രം നമ്മൾ ഒരുങ്ങണം. കാരണം നമ്മൾ ആ ഒരുക്കത്തിന് ശേഷം സ്വീകരിക്കാൻ പോകുന്നത് പരിശുദ്ധ കുർബാനയാണ്. ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ശരീരമാണ്. ഞാൻ കഴിഞ്ഞ നോമ്പുകാലത്ത് ഒരു ഇടവകയിൽ വാർഷിക ധ്യാനത്തിന് പോയപ്പം കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ സങ്കീർത്തിയിലാണ്. രാവിലത്തെ അവിടുത്തെ കുർബാനയിൽ അവിടുത്തെ കപ്പ്യാര് പങ്കെടുത്ത് കഴിഞ്ഞതാണ്. കപ്പ്യാര് പുറകിൽ സങ്കീർത്തിയിലുണ്ട്. അപ്പൊ ഞാനിങ്ങനെ സങ്കീർത്തിയിൽ നിൽക്കുന്നു. ഈ മനുഷ്യൻ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പൊ ഒരു സമയമായപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ ഇങ്ങനെ ഓടി വന്നിട്ട് കൈ മുഴുവൻ കഴുകി. കൈയെല്ലാം കഴുകിയപ്പോൾ ഞാൻ ഓർത്തു, ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഈ മനുഷ്യൻ അങ്ങനെ അഴുക്കിലൊന്നും തൊട്ടിട്ടില്ല. അവിടെയുള്ള തക്സയിലും ഒക്കെ എടുത്ത് തൊട്ടുള്ളൂ. അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ ഓടി വന്ന് ഇങ്ങനെ കൈ കഴുകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ മനുഷ്യനെ ശ്രദ്ധിക്കുക. സാധാരണ മനുഷ്യനാണ്. എനിക്കൊന്ന് ആശാരി പണിക്കാർ അങ്ങനെ എന്തോ ഒരു ചേട്ടനാണ്. അപ്പൊ ഞാൻ ഈ മനുഷ്യനെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഇയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അന്ന് അറിയണമല്ലോ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ കബോർഡ് തുറന്ന് സംഗീഞ്ഞുകൊണ്ട് ഒരു കുസ്തോതി എടുക്കാണ്. ഇത് പരിശുദ്ധ കുർബാന നിറച്ചു വെക്കുന്ന ഒരു കുസ്തോതി എടുക്കാണ്. അതെടുത്ത് ഈ മനുഷ്യൻ കൊണ്ടുപോയി ഈ അൾത്താരയിൽ വെച്ചിട്ട് തിരിച്ചു വരികയാണ്. ഈ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയാണ് ആ മനുഷ്യൻ ആ സമയത്ത് കൈ കഴുകിയത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയും. ഈ മനുഷ്യൻ സംഗീഞ്ഞ് ഉപയോഗിച്ചിട്ടുണ്ട്. സംഗീഞ്ഞ് കൊണ്ട് ഈ സാധനം, ഈ കുസ്തോതി ഇങ്ങനെ എടുത്തു ഈ മനുഷ്യൻ. എന്നിട്ട് പോലും അതിനു മുന്നേ ഈ മനുഷ്യൻ പോയി കൈ കഴുകാണ്. അതായത് ഇവന് കൃത്യമായിട്ടുള്ള ബോധ്യം ഇവന്റെ ഉള്ളിലുണ്ട്. അച്ഛൻ ഈ കുസ്തോതിയിൽ നിറയ്ക്കാൻ പോകുന്നത് ഈശോയുടെ ഹൃദയമാണ്, പരിശുദ്ധ കുർബാനയാണ്. അത്രമാത്രം ബോധ്യത്തോടും ഒരുക്കത്തോടും കൂടിയാണ് ആ മനുഷ്യൻ പരിശുദ്ധ കുർബാനയെ സമീപിക്കുന്നത്. നമ്മൾ എത്രയോ പുറകിലാണ്. നമ്മൾ എന്തേരം ഓടേണ്ടിയിരിക്കുന്നു ഇനിയും ഈ ബോധ്യത്തിലേക്കും ഈ വിശ്വാസത്തിലേക്കും എത്താനായിട്ട്. നന്നായിട്ട് ഒരുങ്ങി വന്ന് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. ഈശോയുടെ ഹൃദയം ഭക്ഷിക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും നിങ്ങൾ അവന്റെ സ്നേഹം ഭക്ഷിച്ചിരിക്കണം. വെറുതെ വന്ന് നിങ്ങൾ ഹൃദയം ഭക്ഷിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ഭക്ഷിച്ച ഒരാളാണ് യൂദാസ്. ഹൃദയമാണ് ഭക്ഷിച്ച ഹൃദയം. പാളിപ്പോയി. ജീവിതം അവസാനിച്ചു പോയി ആ മനുഷ്യന്റെ. അതിന്റെ കാരണം അവൻ അതിനു മുമ്പ് ഈശോയുടെ സ്നേഹം ഭക്ഷിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ മുൻപിൽ ഒരു ദിവസമുണ്ട്. നമ്മൾ നല്ല വാക്കുകൾ സംസാരിക്കണം, നമ്മൾ നല്ല ചിന്തകൾ ഉള്ളിൽ കൊണ്ടു നടക്കണം, നമ്മൾ ജപമാല ചൊല്ലണം, വിശുദ്ധ ഗ്രന്ഥം വായിക്കണം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ നന്മ പ്രവർത്തികൾ മറ്റുള്ളവർക്കായിട്ട് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ എത്രയോ കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ ഈശോയുടെ സ്നേഹം ഭക്ഷിക്കുന്ന അവസരമാണ്. ഇതെല്ലാം ആവോളം ഭക്ഷിച്ച് തൃപ്തരായിട്ട് വേണം നമ്മൾ ദേവാലയത്തിൽ വന്ന് ഈശോയുടെ ഹൃദയം ഭക്ഷിക്കാനായിട്ട്. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഒരു മാറ്റവും ഉണ്ടാവില്ല. വാർഷിക ധ്യാനം ഇനിയും വരും, അച്ഛന്മാർ ഇനിയും ഇങ്ങനെ വന്ന് ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ വേണം. നമ്മൾ നന്നായിട്ട് ഒരുങ്ങി പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. വാട്ട് ഷുഡ് ഐ ബിലീവ്? നീ എന്താണ് പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കേണ്ടത്? ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ഹൃദയമാണ് പരിശുദ്ധ കുർബാന. വാട്ട് ഷുഡ് ഐ ഡു? നീ എന്താണ് പരിശുദ്ധ കുർബാനയിൽ ചെയ്യേണ്ടത്? ഭക്ഷിക്കണം. പരിശുദ്ധ കുർബാന നമ്മൾ കൺസ്യൂം ചെയ്യണം, ഉൾക്കൊള്ളണം. ഇതിന്റെ ഒടുവിൽ അങ്ങനെ പരിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഒരുങ്ങണം അതിനു മുന്നേ. എന്നിട്ട് വേണം നമ്മൾ വന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട്. 3-ാമത്തേത്, ഒടുവിലത്തേത്, ദ ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി യൂക്കറിസ്റ്റ്. പരിശുദ്ധ കുർബാനയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? പരിശുദ്ധ കുർബാനയുടെ ഫലങ്ങൾ എന്നുള്ളതാണ്.
ഈ ഫലങ്ങൾ കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ നടക്കണം. എന്താണ് സ്വീകരിക്കാൻ പോകുന്നുള്ള വിശ്വാസവും വേണം, നമ്മളത് സ്വീകരിക്കുകയും വേണം. ഇത് രണ്ടും നടന്നാൽ ഈ മൂന്നാമത് പറയാൻ പോകുന്ന പരിശുദ്ധ കുർബാനയുടെ ഫലങ്ങളെല്ലാം കിട്ടും. എല്ലാം കിട്ടും. പരിശുദ്ധ കുർബാനയ്ക്ക് ഒരുപാട് ഫലങ്ങളുണ്ട്, ഒരുപാട് ഫലങ്ങൾ. പരിശുദ്ധ കുർബാന നമ്മൾ വിശ്വാസത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം കൂടി പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടതും പ്രസക്തമെന്ന് തോന്നുന്നതുമായ ഒരെണ്ണം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഫലം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇപ്രകാരം പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈശോയുമായിട്ട് അഗാധമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൽ അകപ്പെടുമെന്നുള്ളതാണ്. ഒരു ബോണ്ട് സൃഷ്ടിക്കപ്പെടും. നമുക്ക് ഈശോയുമായിട്ടുള്ള വല്ലാത്ത ഒരു അടുപ്പത്തിൽ നമ്മളായിത്തീരും. പിന്നെ ഒരു കാര്യത്തിന് നമ്മളെ ഈശോയിൽ നിന്ന് മാറ്റി നിർത്താനായിട്ടാവില്ല. ഒരു കാര്യത്തിന്, ഒന്നിനും. ഈ ആത്മബന്ധത്തിലേക്ക് നമ്മൾ അകപ്പെട്ടു പോകും. പരിശുദ്ധ കുർബാന വിശ്വാസത്തോടെ ഒരൊറ്റ വട്ടം നമ്മൾ സ്വീകരിച്ചാൽ മതി. നമ്മൾ ഈ പറയുന്ന ഈ ആത്മബന്ധത്തിലേക്ക് നമ്മൾ അകപ്പെടും. പിന്നെ ഒരു കാര്യത്തിന് നമ്മളെ ഈശോയിൽ നിന്ന് മാറ്റി നിർത്താനായിട്ടാവില്ല. നമ്മൾ ഈ സുവിശേഷത്തില് നമ്മൾ അധികം മൈൻഡ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് കെവറിൻകാരൻ ശിമയോൻ. നമ്മളെ പുള്ളി അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ ഈ വലിയ നോമ്പ് കാലഘട്ടങ്ങളിൽ കുരിശിന്റെ വഴി ചൊല്ലുമ്പോഴാണ് നമ്മൾ ഈ പുള്ളി ഇങ്ങനൊരു പുള്ളി ഉണ്ടോ എന്ന് പോലും നമ്മൾ അറിയുന്നത്. നമ്മൾ വേറെ അന്വേഷിക്കാറില്ല. ഒരിടത്തും നമ്മളെ പുള്ളിയെ പറ്റി പറയാറുമില്ല. കുരിശിന്റെ വഴിയിൽ ഒഴിവാക്കാനാവാത്ത ഒരു കഥാപാത്രമാണ് കെവറിൻകാരൻ ശിമയോൻ. അതുകൊണ്ട് ആ സമയത്ത് നമ്മളെ പുള്ളിയെ നന്നായിട്ട് ഓർക്കും. കെവറിൻകാരൻ ശിമയോൻ ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. തൊഴിലന്വേഷിച്ചു വന്നു എന്നുള്ളതൊക്കെയാണ് സഭയുടെ ഒരു പാരമ്പര്യം. ഇവരിങ്ങനെ തൊഴിലന്വേഷിച്ചു വന്നു. കാൽവരിയിലേക്കുള്ള ആ റോഡിൽ വലിയ ബഹളമൊക്കെ കേട്ട് എന്താണ് ഇവിടെ നടക്കുന്നത് അറിയാൻ വേണ്ടി മനുഷ്യനിങ്ങനെ ഒരു കടവരാന്തയിൽ കയറി നിൽക്കാണ്. അപ്പോഴാണ് ഈശോ ഇങ്ങനെ കുരിശുമായിട്ട് ഇങ്ങനെ പോവാണ്. ഈശോ നന്നേ ക്ഷീണിതനാണ്. ഇങ്ങനെ പോയാൽ ഈശോ മുകളിൽ ചെല്ലില്ല. അതിനു മുമ്പ് ഈശോ അവിടെ മരിച്ചു വീഴും. അത്രയ്ക്കും വയ്യ ഈശോയ്ക്ക്. അപ്പം നമുക്കറിയാം, വിധി എന്നുള്ളത് ഈശോയെ ജീവനോടെ കുരിശിലേറ്റണം എന്നുള്ളതാണ്. മരിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുപോയി അതല്ല. വിധി എന്നുള്ളത് ഇപ്രകാരമാണ്: ജീവനോടെ കുരിശിലേറ്റണം. അതാണ് വിധി. അപ്പൊ ജീവനോടെ ഈശോയെ കുരിശിലേറ്റുക ഇപ്പത്തെ നിലയിൽ സാധ്യമല്ല. കാരണം ഈശോ അതിനു മുമ്പ് മരിക്കും. അത്രയ്ക്ക് ക്ഷീണിതനാണ്. അപ്പൊ ഈ പടയാളികൾ ഇങ്ങനെ നോക്കുമ്പോൾ അവരിങ്ങനെ ആലോചിക്കുകയാണ്, ഈ കുരിശ് ചുമക്കാനായിട്ട് ആരെങ്കിലും ഒരാൾ വേണം, ഇതെടുത്ത് ഒരുത്തന്റെ ചുമലിൽ വെക്കണം. അപ്പൊ അവരങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ഈ കെവറിൻകാരൻ ശിമയോന് ഈ ഒരു കടയുടെ വരാന്തിക്കറി ഇങ്ങനെ നിൽക്കാണ്. അവനെ വിളിച്ച്, സുവിശേഷം നിങ്ങൾ വായിച്ചാൽ അറിയാം, കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈശോയുടെ കുരിശ് ചുമക്കാനായിട്ട് പടയാളികൾ അവനെ നിർബന്ധിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവനെ നിർബന്ധിച്ചു. അവനൊരു താല്പര്യവുമില്ല. ഇതെടുക്കാൻ വേണ്ടി അവൻ ഇവിടെ വന്ന ആളല്ല. ഒരു താല്പര്യമില്ല അവൻ ഈ കുരിശെടുക്കാനായിട്ട്. പടയാളികൾ അവനെ നിർബന്ധിച്ചു. ആ നിർബന്ധത്തിന്റെ ഫലമായിട്ട് ഇവൻ കുരിശെടുത്ത് ചുമലിൽ വെക്കാണ്. ഇവിടം കൊണ്ട് സുവിശേഷത്തിൽ അവസാനിച്ചു. പിന്നെ ഈ മനുഷ്യനെ പറ്റി പറയുന്നില്ല. ഇവൻ ഈ കുരിശ് എടുത്തുകൊണ്ട് പോയോ, അതിനിടയിൽ അവൻ ഇട്ടായിരുന്നോ, ഒന്നും പറയുന്നില്ല. ഒന്നും. ഇനി നിങ്ങൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ പോയി കാണണം. കണ്ടിട്ടുണ്ടാവും. ഒന്നും കൂടി പോയി കാണണം. അവിടെ ഈ സംഭവത്തിന്റെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കാം എന്നുള്ള രീതിയിൽ സംവിധായകൻ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ആണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല. അങ്ങനെയൊക്കെ ആയിരിക്കാനാണ് വഴി. ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റില് ഇതിന്റെ ബാക്കിയുണ്ട്. സുവിശേഷത്തിൽ അവസാനിച്ചെടുത്തതിന്റെ ബാക്കി. ഈ മനുഷ്യൻ ഇങ്ങനെ കുരിശുമായിട്ട് ഇങ്ങനെ പോവാണ്. ഈ കെവറിൻകാരൻ ശിമയോൻ ഒരു താല്പര്യവും ഇല്ലാതെ കുറേ ദൂരം ചെന്നതിന് ശേഷം ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു വേള തിരിഞ്ഞു നോക്കാണ്. ഈ കുരിശിന്റെ മറു ഓരത്ത് ഇങ്ങനെ അടിപ്പാടുകളേറ്റ ചോരവാർന്നുള്ള ഈശോയുടെ മുഖം ഈ മനുഷ്യൻ കാണുകയാണ്. മൊമെന്റിൽ, സ്പ്ലിറ്റ്സ് ഓഫ് സെക്കൻഡ്സിൽ, ഒരൊറ്റ നിമിഷത്തില് ഈ മനുഷ്യൻ ഈശോയിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ഒരൊറ്റ നിമിഷത്തില്. പിന്നീട് നമ്മൾ ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്, ഇവരിങ്ങനെ കുരിശുമായിട്ട് കാൽവരിയുടെ ഉച്ചിയിലെത്തി, അതിന്റെ മുകളിലെത്തി, ടോപ്പിൽ. ഇനി അവൻ അവിടെ കുരിശിട്ടിട്ട് അവന് വീട്ടിൽ പോവാം. അവന്റെ റോൾ അവിടെ അവസാനിച്ചു.
പക്ഷെ നമ്മൾ ഈ സിനിമയെ കാണുന്നുണ്ട്, ഈ മനുഷ്യൻ ഇവൻ എന്ത് ചെയ്തിട്ടും ഈ കുരിശിൽ നിന്നുള്ള പിടുത്തം വിടുന്നില്ല. ഇവൻ ഈ കുരിശിനെ ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇവനൊന്ന് മാറിയിട്ട് വേണ്ട ഈശോയെ തറയ്ക്കാനായിട്ട്. നിങ്ങൾ ഓർക്കണം, ആദ്യം ഒരു താല്പര്യവുമില്ലാതെ പടയാളികൾ നിർബന്ധിച്ച് ചുമലിൽ കുരിശെടുത്ത് വച്ചവനാണ് ഗവരിങ്കാരി ശിമയോൻ. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇവൻ എപ്പോഴോ ഈശോയിലേക്ക് ആകർഷിക്കപ്പെട്ടതുകൊണ്ട് ഇതിന്റെ ഒടുവിൽ ഈ കുരിശിൽ നിന്നുള്ള പിടുത്തം വിടാതെ ഈ മനുഷ്യൻ അങ്ങനെ നിൽക്കാണ്. ഒടുവിലെ പടയാളികൾ ഇവനെ തല്ലി ഓടിക്കുകയാണ്, ഈ കുരിശിൽ നിന്നുള്ള പിടുത്തം വിടുവിക്കും. എന്നിട്ടാണ് ഈശോയെ തറയ്ക്കുന്നത്. ഇത് പരിശുദ്ധ കുർബാന നമ്മൾ വിശ്വാസത്തോടുകൂടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയൊരു ഫലമാണ്. നമ്മൾ ഈശോയിലേക്ക് ആകർഷിക്കപ്പെടും. പിന്നെ ഒരു കാര്യത്തിനും നമ്മൾ ഈശോയിൽ നിന്ന് അകറ്റാനായിട്ട് പറ്റില്ല. ഒരു കാര്യത്തിനും, ഒന്നിനും. നമ്മളിപ്പോഴും ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പള്ളി ഉപേക്ഷിക്കുന്നതും കൂദാശകളിൽ നിന്ന് മാറുന്നതും ഈശോയോടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിക്കുന്നതിന്റെ കാരണം ഇതാണ്. ഒറ്റ കാരണമുള്ളൂ, നമ്മൾ ഈശോയുമായിട്ടുള്ള ഈ പറയുന്ന ബന്ധത്തിൽ അകപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. കുഴിയിലൊക്കെ നമ്മൾ അകപ്പെടില്ല, അതുപോലെ ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ അകപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അകപ്പെടാത്തതിന്റെ കാരണം എന്താണ്? നമ്മൾ സ്വീകരിച്ചിട്ടില്ല പരിശുദ്ധ കുർബാന ഇപ്രകാരമുള്ള വിശ്വാസത്തോടുകൂടി. പരിശുദ്ധ കുർബാന നമ്മൾ തികഞ്ഞ യോഗ്യതയോടുകൂടി വിശ്വാസത്തോടുകൂടി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈശോയുമായിട്ട് ഈ പറയുന്ന വളരെ വലിയ അടുപ്പത്തിലാകും. പിന്നെ എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നമ്മൾ ഈശോയിൽ നിന്നുള്ള പിടുത്തമിടില്ല. എന്ത് സംഭവിച്ചാലും. എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ വർഷമാണ് അപ്പനും അമ്മയും ഇങ്ങനെ 5-6 മാസങ്ങൾ ഇടവേളകളിലാണ് മരിക്കുന്നത്. ആദ്യം അമ്മ മരിച്ചു, പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പനും മരിച്ചു. 2 മരണങ്ങൾ പൊടുന്നനെ. ഇപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സഹായിക്കുന്ന ഏക കാര്യം കുർബാനയാണ്. നമ്മുടെ ചുറ്റുപാട് എത്ര മനുഷ്യരുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല, ഒരു കാര്യം ഉണ്ടാവില്ല. നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഏക കാര്യം പരിശുദ്ധ കുർബാനയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ ഈശോയുമായിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് അടുപ്പത്തിലായാൽ പിന്നെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ ഈശോയിൽ നിന്നുള്ള ഈ പറയുന്ന ഈ പിടുത്തം വിടില്ല. എന്ത് സംഭവിച്ചാലും, എന്തും. അതുകൊണ്ട് ഈ 3 ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെയാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ നാളെ മുതലെങ്കിലും നമ്മൾ പങ്കെടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ വെറുതെ വന്ന് കുർബാനയിൽ പങ്കെടുത്ത് തിരികെ പോയതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടാത്തതും നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരാത്തതിന്റെ കാരണമൊക്കെ ഇതാണ്. ഇതെല്ലാം ഇങ്ങനെ വരുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഞാനിപ്പം പ്രാർത്ഥിക്കുന്നു, അതിന്റെ അനുഗ്രഹങ്ങളൊക്കെ സ്വർഗത്തിൽ നിന്ന് ആ സെക്കൻഡിൽ വരുന്നു എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഇതൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും. ഇത് ഇറങ്ങാത്തതിന്റെ കാരണം ഇതാണ്. നമ്മൾ ഇതേ വിശ്വാസത്തോടുകൂടിയല്ല കുർബാന സ്വീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ അങ്ങനെ വിശ്വാസത്തോടുകൂടി കുർബാന സ്വീകരിച്ചു നോക്കിക്കേ, ജീവിതത്തിലെ മാറ്റങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കും. അത്ഭുതങ്ങൾ. മമ്മി മരിച്ചു പോയാലും അതിന് മുന്നിലത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കൃത്യസമയത്ത് നിർത്താൻ പറ്റും. മമ്മി മരിക്കുന്നതിനൊക്കെ കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ ഡീക്കനായിരുന്ന സമയത്ത്, ഞാൻ അന്ന് അച്ഛനായിട്ടില്ല, ഡീക്കനായിരുന്ന സമയത്ത്, അതായത് 5-6 മാസം കഴിയുമ്പോൾ ഞാൻ അച്ഛനാകുന്ന ആ ഒരു സമയമാണ് ഡീക്കൻ. അപ്പോൾ ആ സമയത്ത് ഞാൻ വടവാതൂർ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മിക്ക് ട്യൂമറുകൾ ഉണ്ടാകുന്ന ഒരു ക്യാൻസർ ആയിരുന്നു. തലയിൽ, സ്റ്റൊമക്കിൽ അങ്ങനെ ട്യൂമറുകൾ, മുഴകൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ക്യാൻസർ. അപ്പം മമ്മി ആ ഒരു സമയത്ത് മമ്മിയുടെ സ്റ്റൊമക്കിൽ ഇങ്ങനെ ഒരു ട്യൂമർ ഉണ്ടാകുന്നു. അപ്പം മമ്മി ഇങ്ങനെ പെട്ടെന്ന് തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലിലാണ് മമ്മി അവിടെ അഡ്മിറ്റ് ആവുന്നു. അപ്പം എനിക്കന്ന് സെമിനാരിയിൽ 2-3 പരീക്ഷകളാണ്. അപ്പം ചേട്ടൻ പറഞ്ഞു പെട്ടെന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയ്ക്ക് വലിയ സീരിയസ് ഒന്നുമില്ലെന്ന് ചേട്ടൻ എന്നെ പറഞ്ഞ് പറ്റിച്ചു. എന്നിട്ട് ഞാൻ പരീക്ഷകളെല്ലാം കഴിഞ്ഞ് അന്നത്തേക്ക് ഒരു 3-4 ദിവസമായി ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ഞാൻ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. മമ്മി ഇങ്ങനെ രക്തമൊക്കെ ഒമിറ്റ് ചെയ്ത് വല്ലാത്തൊരു അവസ്ഥയിൽ. അപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ നമുക്ക് ഓപ്പറേഷൻ വേണമെങ്കിൽ ചെയ്യാം, അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവാൻ പോകുന്നില്ല, വെറുതെ കാശ് പോകും, ചിലപ്പോൾ ആളും പോകും, അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല എന്ന് അച്ഛൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ തന്നെ തീരുമാനം എടുത്തോളുക. അപ്പം ഞാനും അപ്പനും ചേട്ടനും ഉള്ളൂ. അപ്പം ഞങ്ങൾ 3 പേരും. അപ്പം ചേട്ടനും
അപ്പനും ബാക്കിയുള്ള എല്ലാവർക്കും ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ളത് തന്നെയാണ് എനിക്കും. കാരണം അതൊരു ചാൻസ് എടുക്കലാണല്ലോ നമ്മൾ. അതിനുശേഷം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകും. നമ്മളൊക്കെ ഈ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം 3-4-5 മാസം കഴിയുമ്പോൾ എൻ്റെ പട്ടമാണ്. 10-11 വർഷക്കാലം നമ്മൾ പഠിച്ച് ഒരുങ്ങി പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് വരുമ്പോൾ മുന്നിൽ ഇവരുണ്ടാവണമല്ലോ, അപ്പനും അമ്മയും. നമ്മളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എന്തായാലും ഓപ്പറേഷനൊക്കെ വിജയകരമായിട്ട് പൂർത്തീകരിക്കപ്പെട്ടു. ഡോക്ടർ ഇറങ്ങി വന്ന് പറഞ്ഞു വേണ്ടപ്പെട്ട, പിന്നെ കുറേ നാട്ടുകാരും വീട്ടുകാരൊക്കെ വീടുകളിലേക്ക്, ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ ഉടുപ്പിലാണ്. കുറേ സമയം കഴിഞ്ഞ ശേഷം ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും ഒരു ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അച്ഛാ നമ്മൾ വീണ്ടും ഈ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുകയാണ്, മമ്മിക്ക് ബ്ലീഡിങ്. വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നതാണ്, പെട്ടെന്ന് ബ്ലീഡിങ് വരുന്നു. അപ്പം നമുക്കറിയാമല്ലോ, ഒരാളുടെ ശരീരത്തിലേക്ക് നമുക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ് ഈ ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റില്ല. അതിനൊരു പരിധിയുണ്ട്. ചുമ്മാ ഇങ്ങനെ ബ്ലഡ് കയറ്റാനായിട്ട് പറ്റില്ല. നമ്മൾ ഈ മമ്മിക്ക് ബ്ലഡ് കൊടുക്കുന്നതിനനുസരിച്ച് ബ്ലഡ് വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലോ, ബ്ലീഡിങ് ആണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ഇതെന്തോ നമുക്ക് നിർത്താനായിട്ടൊന്നും പറ്റുന്നില്ല, മരുന്നുകളോടൊന്നും പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഇതേ ഒരു അവസ്ഥയിൽ പോവുകയാണെങ്കിൽ നേരം വെളുപ്പിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അച്ഛൻ വേണേ ഒന്ന് കയറി കണ്ടോളാൻ പറഞ്ഞു. അപ്പം അപ്പനും ചേട്ടനും ഒക്കെ ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും പേടിയാണ്. ഇവരോർത്തിരിക്കുന്ന സെമിനാരിയിൽ പോയത് കൊണ്ട് നമുക്ക് എന്തോ ഭയങ്കര ധൈര്യമാണ്, ആരെങ്കിലും കയറി കാണണമല്ലോ. അതുകൊണ്ട് ഞാൻ അകത്ത് കയറി. ലിറ്ററലി ഒരു സ്ത്രീയുടെ ശരീരഭാഗങ്ങളിൽ നിന്നൊക്കെ, ഏതൊക്കെ ശരീരഭാഗങ്ങളിൽ നിന്ന് രക്തം വരാം, അവിടെ നിന്നൊക്കെ രക്തം ഇങ്ങനെ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട്, ബ്ലീഡിങ് ആണ്. ഞാനിത് കണ്ടു. അപ്പം എനിക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായി. ഞാൻ തിരിച്ചിറങ്ങി വന്നു. അന്നേരത്തേക്ക് ഏകദേശം ഒരു രാത്രി 1 മണി 2 മണിയൊക്കെ ആയി. പിറ്റേ ദിവസം എനിക്ക് സെമിനാരിൽ പോകണം, കുമ്പസാരത്തിൻ്റെ എന്തോ ഒരു പരീക്ഷയൊക്കെയാണ്. അപ്പം രാവിലെ 4:30 ആ സമയത്ത് ഈ ഹോസ്പിറ്റലിൻ്റെ ചാപ്പലിൽ പരിശുദ്ധ കുർബാനയുണ്ട്. അപ്പം ഞാൻ ഉടുപ്പിലാണ്. ഞാൻ ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. മമ്മിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു. പരിശുദ്ധ കുർബാന ഞാൻ സ്വീകരിച്ചു. അതിനുശേഷം എനിക്ക് സെമിനാരിയിൽ പോകണം. അപ്പം ഞാൻ എന്നാൽ പിന്നെ ഒന്നും കൂടി, അത്ര നേരത്തേക്കൊന്നും വാർത്തയൊന്നും പുറത്തു വന്നില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടി മമ്മിയെ കണ്ടിട്ട് പോയേക്കാന്ന് വെച്ചാൽ ഞാൻ വീണ്ടും ഈ തിയേറ്ററിന് ഉള്ളിലേക്ക് കയറി. അപ്പം നിങ്ങൾ ഓർക്കണം, ഞാൻ ശരിക്കും വണ്ടറാണ്. അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ കണ്ടതാണ് ഒരാളിങ്ങനെ ബ്ലീഡിങ് വന്ന് ഈ ബെഡിൽ കിടക്കണത്. അപ്പം ഇതിന് ശേഷം ഞാൻ ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ മമ്മി അവിടെ ഒരു നേഴ്സിൻ്റെ കൂടെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ വെച്ച് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കാണ്. അപ്പം ഇത് ശരിക്കും വണ്ടറാണ്. അപ്പം ഞാൻ ഈ നേഴ്സിനോട് ചോദിച്ചു എന്തൊക്കെയാണ് ഇപ്പം ഇവിടെ നടക്കുന്നത്. അപ്പം നേഴ്സ് പറഞ്ഞു അച്ഛൻ പോയ കുറേ സമയത്തിന് ശേഷം ഈ ബ്ലീഡിങ് തന്നെ അങ്ങ് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ബ്ലീഡിങ് തന്നെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നു. അങ്ങനെ മമ്മി പയ്യെ കയറിപ്പോരുകയാണ്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മൾ വിശ്വാസത്തോടുകൂടി കുർബാനയിൽ പങ്കെടുത്ത് കുർബാന നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും എല്ലാം ഇത് വളരെ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമാകും. ഇത് നടക്കാത്തതിന്റെ കാരണം ഇതാണ്, നമ്മൾ ഇപ്രകാരമല്ല പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവസാനിപ്പിക്കാൻ 3 കാര്യങ്ങളാണ് നമ്മൾ കുർബാനയെ പറ്റി പറഞ്ഞത്. വാട്ട് ഷുഡ് ഐ ബിലീവ്? നീ എന്താണ് പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കേണ്ടത്? ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ഹൃദയമാണ് നീ സ്വീകരിക്കുന്നത്. ആ വിശ്വാസത്തോടുകൂടി വേണം നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. വാട്ട് ഷുഡ് ഐ ഡു? നീ എന്താണ് പരിശുദ്ധ കുർബാനയിൽ ചെയ്യേണ്ടത്? കുർബാന നമ്മൾ ഇതിന്റെ ഒടുവിൽ സ്വീകരിക്കണം, കൺസ്യൂം ചെയ്യണം. അതാണ് പരിശുദ്ധ കുർബാനയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. പരിശുദ്ധ കുർബാന സ്വീകരണം. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് ഒരുങ്ങണം. ഈശോയുടെ ഹൃദയം ഭക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈശോയുടെ സ്നേഹം ഭക്ഷിച്ചിട്ട് ദേവാലയത്തിൽ വരണം. 3-ാമത്തേത് ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി യൂക്കറിസ്റ്റ്, കുർബാനയുടെ ഫലങ്ങൾ. നമ്മൾ ഇപ്രകാരം വിശ്വാസത്തോടുകൂടി ഒരുങ്ങി പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നമ്മൾ ഈശോയുമായിട്ട് ഒരു ആത്മബന്ധത്തിലേക്ക് അകപ്പെടും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും നമ്മൾ ഈശോയിൽ നിന്നുള്ള ഈ പിടുത്തം നമ്മൾ വിടാതെ സൂക്ഷിക്കും. അപ്രകാരമുള്ള ചിന്തകളോടെ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനും കുർബാനയിലേക്ക് അടുക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.